ഹലോ ഹായ് മക്കളെ, ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഈസി ആയി പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും അല്ലെ, ആ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആണ്, എളുപ്പമാണ്, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് എന്താണ്, ആ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നിർബന്ധമായിട്ടും, മറ്റേത് പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാഷ് വന്നേക്കണേ. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇതിന്റെ പാർട്ട് വീഡിയോസ് ആയിട്ട് മാഷ് ഇങ്ങനെ വരണ്ടായിരിക്കും. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് തരണേ, എല്ലാവരും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഈ തരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാ, നിങ്ങൾ ഉഷാറായിട്ട് എന്ത് ചെയ്യാ, പഠിച്ചു വെക്കാം കേട്ടോ. ഒന്ന് ചെയ്തു നോക്കുക, ബുക്ക് എടുക്കുക, ചെയ്തു നോക്കുക, അങ്ങനെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും എന്ത് ചെയ്യണം, ഉഷാറായിട്ട് ഇത് പഠിച്ചു തുടങ്ങണം. ഈ ഷുവർ ഷോർട്ട് ആയിട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സമയങ്ങളെല്ലാം അപ്പൊ പിടിച്ച ക്വസ്റ്റ്യൻസ് അല്ലെ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അതായത് ഇതിന്റെ മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? വി ഹാവ് ടു ഫൈൻഡ് ദി മിസ്സിംഗ് ടേംസ്. ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസർ ഇപ്പൊ തന്നെ എങ്ങനെ ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. എങ്ങനെയാണ് ഇതിന്റെ മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കാം? അപ്പൊ ആദ്യം തന്നെ ഏതൊരു ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം, കോമൺ ഡിഫറൻസ് അറിയണം അല്ലെ. നമുക്ക് എന്തറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. എങ്ങനെയാ ഡി കണ്ടുപിടിക്കാം? അടുത്തടുത്ത രണ്ട് ടേമുകളുടെ ഡിഫറൻസ് ആണ് എന്ത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ രണ്ട് സീക്വൻസിലും നമുക്ക് എന്ത് തന്നിട്ടില്ല, ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസിൽ അടുത്തടുത്ത രണ്ട് ടേമുകൾ തന്നിട്ടില്ല. ഇപ്പൊ അന്ന് മാഷ് ക്ലാസ് എടുത്തപ്പോ നിങ്ങളോട് ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ. എങ്ങനെ ചെയ്യേണ്ടത്? യെസ്, അതായത് മാഷ് ഒന്നും കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. 16, 34 ഇങ്ങനെ. അപ്പോ ഇവിടെ നോക്കിയേ, ആദ്യം കാണുന്ന ടേമിന് x1, ഇത് x2, ഇത് x3. അപ്പോ x2 ഇവിടെ മിസ്സിംഗ് ആണ്. x2 ഇവിടെ എന്താണ്, മിസ്സിംഗ് ആണ്. നമുക്ക് എങ്ങനെ x2 കണ്ടുപിടിക്കാം? x2 എന്ന് പറയുന്നത് x1 പ്ലസ് x3 ബൈ 2 ആണ്. x1 പ്ലസ് x3 ബൈ 2 ആണ്. അപ്പൊ നോക്കൂ മക്കളെ, എങ്ങനെ വരാം? x1 എത്രയാണ്? 16 പ്ലസ് x3 എത്രയാണ്? 34 ബൈ 2. അപ്പോ 16 പ്ലസ് 34 എത്രയാ? യെസ്, 50 ബൈ 2. എത്ര വരും? x2 is equal to 25. അപ്പോ x2 ഇവിടെ 25 കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? x4 കണ്ടുപിടിക്കണം. എങ്ങനെ x4 കണ്ടുപിടിക്കാം? ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അടുത്തടുത്ത രണ്ട് ടേമുകൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോ d is equal to എന്താണ്? x2 minus x1. x2 എത്രയാണ്? 25 minus 16. എത്രയാ മക്കളെ 25 minus 16 എന്ന് പറയുന്നത്? that is 9 അല്ലേ. സോ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 34ന്റെ ഒപ്പം നമ്മൾ എന്ത് കൂട്ടണം? 9 കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 43 കിട്ടും അല്ലെ. 34ന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്തു? 9 കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 43 കിട്ടി. അപ്പോ ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ മിസ്സിംഗ് ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. എളുപ്പല്ലേ? അതിൽ തന്നെ എന്താ കണ്ടുപിടിച്ചേ? മിഡിൽ ടേം കണ്ടുപിടിച്ചു. എങ്ങനെ മിഡിൽ ടേം കണ്ടുപിടിച്ചേ? അതായത് ഫസ്റ്റും തേർഡും ടേംസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. ദെൻ അപ്പൊ അടുത്തടുത്ത ടേമുകളായി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു, ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഇത് മാറ്റിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ നോക്കിയേ, 16 മിസ്സിംഗ് ആണ്, 34. മനസ്സിലായോ? അപ്പോ മക്കളെ നോക്കിയേ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? x1 തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്, x3 തന്നിട്ടുണ്ട്, x4 തന്നിട്ടുണ്ട്. 16ന്റെ ഒപ്പം നമ്മൾ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? ഒരു കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x2 കിട്ടും. ദെൻ
അതിന്റെ ഒപ്പം വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? x3 കിട്ടും. ദെൻ അതിന്റെ ഒപ്പം വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? x4 കിട്ടുക അല്ലേ? അപ്പോ x1 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഈ 16ന്റെ ഒപ്പം നമ്മൾ എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? x4 കിട്ടും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യാം? അതായത് 16 പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 3d is equal to x4. അപ്പോ x4 എത്രയാണ്? 34. 16 പ്ലസ് 3d is equal to 34. ഇപ്പൊ എന്ത് കിട്ടും? 3d is equal to 34 minus 16. എന്താണ്? 34 minus 16. 34 minus 16 എത്രയാ? 18. 3d is equal to 18. അപ്പോൾ d is equal to 18 by 3. 6 എന്ന് കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. പിന്നെ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാലോ. 16 അതിന്റെ ഒപ്പം എത്ര കൂട്ടണം? കോമൺ ഡിഫറൻസ് 6 കൂട്ടാം. 22. ദെൻ വീണ്ടും 28. ദെൻ 34. ഇതാണ് എന്ത് വരുന്നുണ്ടായിരിക്കുക? നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസ് വരുന്നുണ്ടായിരിക്കാം. മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ വന്നെന്നുള്ളത്? എല്ലാവർക്കും പിടികിട്ടിയോ? സെറ്റ് അല്ലേ എല്ലാവരും? സെറ്റ് അല്ലേ? ഈ ഒരു പ്രോബ്ലം എളുപ്പമാണ്, അതുപോലെ തന്നെ അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഈ മിസ്സിംഗ് ടേംസ് കണ്ടുപിടിക്കുന്ന എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞാണ്? അതായത് ടേംസ് തന്നിട്ട് വേറെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാ മക്കളെ നമുക്ക് തന്നിരിക്കുന്നത്? ആദ്യം തന്നെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം അല്ലെ? അതായത് x30th ടേം തന്നിട്ടുണ്ട്. എത്രയാണ്? 300 ആണ്. പിന്നെയോ x10 തന്നിട്ടുണ്ട് 100 ആണ്. x50 കണ്ടുപിടിക്കണം. എളുപ്പല്ലേ? എളുപ്പല്ലേ മക്കളെ? വളരെ എളുപ്പല്ലേ ഇത്? ഇതെങ്ങനെ ചെയ്യും നമ്മൾ? മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? d is equal to term difference by position difference. അല്ലെ? d is equal to എന്താണ്? term difference by position difference. എളുപ്പല്ലേ? എങ്ങനെയാണ്? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ അതിനെ ഇങ്ങനെ എടുത്തെഴുതാം. ഇങ്ങനെ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഏതാണ്? 30th ടേം 300 ആണ്. അപ്പൊ 30th ടേമിന് നമ്മൾ എങ്ങനെയാ പറയാ? x30 is equal to 300. 10th ടേം എന്താണ്? 100 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? x10 is equal to എന്ന് എഴുതി, 100 എന്ന് എഴുതി. മനസ്സിലായോ? x10 is equal to എന്ന് എഴുതി, 100 എന്ന് എഴുതി. ഇനി അപ്പൊ ഇതാണ് എന്ത് വരുന്നുണ്ടായിരിക്കുക? ടേംസും. ഇതാണ് എന്ത് വരുന്നുണ്ടായിരിക്കുക? പൊസിഷനും വരുന്നുണ്ടായിരിക്കുക. സോ ടേം ഡിഫറൻസ് എന്താണ്? 300 minus 100 by പൊസിഷൻ ഡിഫറൻസ് ഏതൊക്കെയാണ്? അപ്പൊ 300ന്റെ അടിയില് 300ന്റെ പൊസിഷൻ എഴുതണം. 300ന്റെ പൊസിഷൻ എത്രയാണ്? 30 മൈനസ് 100ന്റെ പൊസിഷൻ 10. അപ്പൊ എന്താ വരുന്നുണ്ടായിരിക്കുക? 200 divided by 20. 200 divided by 20 എത്രയാ? 200 divided by 20 എത്രയാ? യെസ്, 10. മനസ്സിലായോ? 200 divided by 20 എത്രയാണ്? 10. സോ നമുക്ക് കോമൺ ഡിഫറൻസ് d is equal to 10 എന്ന് കിട്ടി. കേട്ടോ മക്കളെ? d is equal to എന്താണ് കിട്ടിയേ? 10 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് 50th ടേം, 50ാമത്തെ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്രാമത്തെ ടേം അറിയാം? നമുക്ക് x30 നമുക്കറിയാം. നമുക്ക് എന്തറിയാം? x30 നമുക്കറിയാം. അപ്പോ 30ാമത്തെ ടേം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 50ാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 30ാമത്തെ ടേമിന്റെ ഒപ്പം
എത്ര കോമൺ ഡിഫറൻസ് കൂട്ടണം? 20 കോമൺ ഡിഫറൻസ് കൂട്ടണം അല്ലെ? 30ാമത്തെ ടേമിന്റെ ഒപ്പം എത്ര കൂട്ടണം? 30ാമത്തെ ടേമിന്റെ ഒപ്പം 20 കോമൺ ഡിഫറൻസ് കൂട്ടണം. അപ്പൊ എന്ത് വരും? യെസ്, അതായത് x30യുടെ ഒപ്പം എന്തു ചെയ്യണം? x30യുടെ ഒപ്പം 20 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് x50 കിട്ടും അല്ലെ? അപ്പോ 30ാമത്തെ ടേം നമുക്കറിയാം അല്ലെ? 30ാമത്തെ ടേം എത്രയാണ്? 30ാമത്തെ ടേം യെസ്, 30ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 300 പ്ലസ് 2 ഇൻറ്റു ഡിയുടെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിയുടെ വാല്യൂ കൊടുക്കണം. ഡി എത്രയാണ്? 10 അല്ലേ? യെസ് 10. അപ്പൊ എത്ര വന്നു? 300 പ്ലസ് 200 500. നമുക്ക് എന്ത് കിട്ടിയപ്പോ? 50th ടേം എന്ന് പറയുന്നത് എത്ര കിട്ടി? 500. മനസ്സിലായോ? എളുപ്പല്ലേ? സെറ്റ് അല്ലേ ഈ പ്രോബ്ലം? അപ്പോ എല്ലാവരും എന്ത് ചെയ്യാ? ഈ രണ്ട് പ്രോബ്ലംസും നല്ല പോലെ പഠിക്കുക. എന്തായാലും എക്സാമിന് ഷുവർ ആയിട്ടും വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് മാഷ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ മോഡൽ പ്രോബ്ലംസ് എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബൈ.